പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത കുരുക്കാണ്. പാലിയക്കര ടോൾ നിർത്തിവെക്കണമെന്ന ഹർജി ഉണ്ടായിരുന്നു. ടോൾ പിരിവ് തടഞ്ഞിട്ടുണ്ട്. ഷപ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷപ്ന, വളരെ നിർണായകമായ തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. പാലിയക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ. ലക്ഷ്മി, 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഹർജി എത്തിയത്. ഈ ഹർജി പരിഗണിച്ച് നേരത്തെ തന്നെ ടോൾ പിരിവ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതി ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കാലുള്ള പരാമർശങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ നിലനിൽക്കുന്നു എന്ന സാഹചര്യം കോടതി കണക്കിലെടുത്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത്. ടോൾ പിരിവ് നിർത്തിവെക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇതിൽ ഉടൻ തന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉള്ള ചർച്ചകൾ നടത്തണം, യോഗം ചേരണം. അതിനുശേഷം ഇതിൽ തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളത് എന്നതടക്കം ദേശീയപാത അധികൃതർ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെക്കുന്നതല്ലേ ഉചിതം എന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഷാജി കോടകണ്ടത്ത് ഇവർ നൽകിയ ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയിലുള്ളത്. ചെറിയ ദൂരത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ് എന്ന് ദേശീയപാത അതോറിറ്റി നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും വാദം. എന്നാൽ ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. നിരവധി വാഹനങ്ങൾ ഈ പാലിയേക്കര ടോളിലടക്കം നിർത്തിയിടേണ്ട സാഹചര്യമുണ്ട് എന്ന് ഹർജിക്കാരും ഈ കഴിഞ്ഞ ദിവസവും കോടതിയിൽ ആവർത്തിച്ചിരുന്നു. തുടർന്നാണ് ഇപ്പോൾ 4 ആഴ്ചത്തേക്ക് പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. എത്രയും വേഗം, അതായത് ഈ 4 ആഴ്ചയ്ക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കണം. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യോഗം ചേരണം. അതിനുശേഷം ഇതിൽ നടപടിയെടുത്ത് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും 4 ആഴ്ചത്തേക്ക് പാലിയക്കരയിൽ ടോൾ പിരിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്ങടത്ത് തുടങ്ങിയവരാണ് ഹർജിക്കാർ. ഈ വിഷയത്തിൽ എന്ത് ആണ് ഒരു തുടർ സാധ്യത ഉള്ളത് ഷബ്ന? ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ട് ഇത്തരത്തിലൊരു യോഗം വിളിക്കണം. ദേശീയപാത അതോറിറ്റി ഏതായാലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം. ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലാണ്. അത് ഈ പാലിയക്കര ടോൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം വാഹനങ്ങൾ നീണ്ട നിര വാഹനങ്ങളുടെ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ഗതാഗത കുരുക്കുണ്ട്. അതോടൊപ്പം തന്നെ സർവീസ് റോഡുകൾ, ഈ അപ്രോച്ച് റോഡുകൾ ഒന്നും തന്നെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന ആക്ഷേപവും ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ വലിയ യാത്രാക്ലേശം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ദേശീയപാതയിൽ ഈ പാലിയക്കര ടോൾ പിരിവ് നിർത്തുന്നതോടുകൂടി ഈ ഒരു വിഷയത്തിന് പരിഹാരമുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.